Hello all, welcome to my channel, Cute Math by Sritu Raj. So yes, hope you are all doing good. So ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു തരാം. സോ ഈ ചാനലിൽ മെയിനായിട്ട് CBSE ICSE മാത്തമാറ്റിക്സ് ടോപ്പിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു? യെസ്, വി വർ ഡീലിംഗ് വിത്ത് ഇൻറ്റീജേഴ്സ് അല്ലേ? കറക്റ്റ്, ഇൻറ്റീജേഴ്സ്. സോ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. മെയിനായിട്ട് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് പഠിച്ചു. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻറ്റീജേഴ്സ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, പിന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലേ? സോ കുറച്ച് പ്രോപ്പർട്ടീസും പഠിച്ചു. ഓക്കെ, സോ ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് പഠിക്കാൻ പോവാണ്. ഞാൻ ഇത് കുറച്ച് ഷോർട്ടായിട്ട് ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഡീൽ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ എടുക്കാം കേട്ടോ, രണ്ടും മാറി മാറി എടുക്കണ്ട, ഒരുമിച്ച് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, കാരണം റൂള് നമ്മൾ ഫോളോ ചെയ്യുന്നത് രണ്ടെണ്ണത്തിനും സെയിം ആണ്. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് division of integers. Okay, all right. So ഒറ്റ റൂളാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സൈൻ വെച്ച് പറഞ്ഞത്. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ദ ആൻസർ വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദ ആൻസർ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, ഓൾ റൈറ്റ്. ഒരു നെഗറ്റീവും വേറൊരു നെഗറ്റീവ് ഇൻറ്റീജർ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദ ആൻസർ വിൽ ബി പോസിറ്റീവ്. ഇനി ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദ ആൻസർ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ. പോസിറ്റീവ് അതായത് രണ്ട് നമ്പർ സെയിം സൈൻ ആണെങ്കിൽ ദ ആൻസർ വിൽ ബി പോസിറ്റീവ്, രണ്ട് നമ്പർ ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ ദ ആൻസർ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, ഡിവിഷനിലും സെയിം റൂൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരു പോസിറ്റീവും അതായത് രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ദ ആൻസർ വിൽ ബി എ പോസിറ്റീവ്. ഓക്കെ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ഇൻറ്റീജർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദ ആൻസർ വിൽ ബി നെഗറ്റീവ്. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് നമ്പറും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദ ആൻസർ വിൽ ബി നെഗറ്റീവ്. ഒരു നെഗറ്റീവ് നമ്പർ വിത്ത് എ നെഗറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദ ആൻസർ വിൽ ബി പോസിറ്റീവ്. സെയിം തന്നെയല്ലേ? നോക്കൂ, അതായത് രണ്ട് നമ്പർ സെയിം ആണെങ്കിൽ ദ ആൻസർ വിൽ ബി പോസിറ്റീവ്, രണ്ട് നമ്പർ ഡിഫറെൻ്റ് ആണെങ്കിൽ ദ ആൻസർ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, ഫോർ ബോത്ത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ, സോ യെസ്, നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ യെസ്, 7 × -13 വാട്ട് വിൽ ബി ദ ആൻസർ? ആദ്യം തന്നെ സൈൻ ഇടാം. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണ്. സോ ദ ആൻസർ വിൽ ബി ആ നെഗറ്റീവ് നമ്പർ. സോ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. 13 × 7 അല്ലേ? 7 3s are 21, 1 7s are 7, 8 9. So what will be the answer? The answer will be -91. Okay, all right. ഇനി എന്താണ്? ഒരു ഡിവിഷൻ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. ഒരു ഡിവിഷൻ ക്വസ്റ്റ്യൻ ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. സോ യെസ്, 2 -2 ഡിവൈഡഡ് ബൈ -0.5. ഓക്കെ, -2 ഡിവൈഡഡ് ബൈ -0.5. ഞാൻ ഡെസിമൽ നമ്പർ എടുത്തു. എന്തായിരിക്കും ആൻസർ? ദ ആൻസർ യു നോ ഇറ്റ് അല്ലേ? 0.5 × 4 ആണ് നമുക്ക് 2 തരിക. സോ -2 ഡിവൈഡഡ് ബൈ -0.5 എന്തായിരിക്കും സൈൻ? ആൻസറിൻ്റെ സൈൻ എന്തായിരിക്കും? രണ്ടും നെഗറ്റീവ് ആണ്. സോ ദ ആൻസർ വിൽ ബി എ പോസിറ്റീവ്. സോ 2 ഡിവൈഡഡ് ബൈ 0.5 ഇറ്റ് വിൽ ബി 4. ഓക്കെ, മനസ്സിലായില്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് എളുപ്പമല്ലേ? ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ തിയറിക്കകത്ത്? ഇത് നമ്മുടെ ലാസ്റ്റ് തിയറി ക്ലാസ് ആണ് ഇൻറ്റീജേഴ്സിൻ്റെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഇൻറ്റീജേഴ്സിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് നമുക്ക് ഇൻറ്റീജേഴ്സിൻ്റെ തിയറിയിൽ പഠിക്കാനായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ്സ് ഗോ ടു വാട്ട് ഈസ് മെൻ ബൈ additive identity ഓഫ് ഇൻറ്റീജേഴ്സ്. എന്താണ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി? ഓക്കെ, എന്താണ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നമ്പർ ഒരു ഇൻറ്റീജറിനോട് ആഡ് ചെയ്താലാണ് നമുക്ക് ആ ഇൻറ്റീജർ തന്നെ തിരിച്ചു കിട്ടുന്നത്. ഏത് നമ്പർ നമ്മൾ വേറെ നമ്പറിനോട് ആഡ് ചെയ്താലാണ് നമുക്ക് ആൻസർ ലൈക്ക് ആ നമ്പർ തന്നെ കിട്ടുന്നത്.
For example, 2 plus 0, what's the answer? You will be getting 2. Minus 3 plus 0, what will be the answer? You will be getting minus 3. Correct? Is it? Minus 0.5 plus 0, you will be getting the answer as minus 0.5. നോക്കൂ, 0 ഒരു ഇൻറ്റീജറിനോട് നമ്മൾ 0 ആഡ് ചെയ്താൽ നമുക്ക് ആ ഇൻറ്റീജർ തന്നെയാണ് തിരിച്ചു കിട്ടുന്നത് അല്ലേ? Correct? So 0 is called the additive identity of integers. Okay? So 0 നെയാണ് നമ്മൾ additive identity എന്ന് പറയുന്നത്. 0 is called the additive identity. Okay? Zero is called the additive identity. Okay ആണല്ലോ? Okay? ഇനി additive inverse എന്താണ്? അതും ഇമ്പോർട്ടൻ്റ് ആണ്. What is meant by additive inverse? Okay. So additive identity എന്താണെന്ന് മനസ്സിലായി. എന്താണ്? 0നെയാണ് additive identity പറയുന്നത്. അതായത് നമ്മൾ 0 ഏത് നമ്പറിനോട് ആഡ് ചെയ്താലും നമുക്ക് ആ നമ്പർ തിരിച്ചു കിട്ടും. കറക്റ്റ്? ഇനി additive inverse എന്താണ്? ഓക്കെ. സോ ഏത് നമ്പർ ഒരു നമ്പറിനോട് ആഡ് ചെയ്താലാണ് നമുക്ക് additive identity കിട്ടുക? additive identity എന്താണ്? 0 അല്ലേ? സോ ഏത് നമ്പർ ഒരു നമ്പറിനോട് ആഡ് ചെയ്താലാണ് നമുക്ക് additive identity കിട്ടുക? അതിനെയാണ് നമ്മൾ additive inverse എന്ന് പറയുന്നത്. ഓക്കെ. സോ ലെറ്റ് മീ ടേക്ക് -4. ഇതിനോട് ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് 0 കിട്ടുക? ഓഫ് കോഴ്സ് നമ്മുടെ ഈ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0 കിട്ടുക. സോ -4 പ്ലസ് ഓഫ് +4 വിൽ ഗിവ്സ് യു 0. So എന്താണ്? What is the additive inverse of -4? It will be +4. അല്ലേ? Additive inverse of -4 is what? 4. +4. Correct? So ഒന്നും കൂടെ സിമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ additive inverse of a number എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ നമ്പർ ആയിരിക്കും. ആ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈൻ. Okay, so simply ഞാനിപ്പോൾ ചോദിക്കുകയാണ്, what is the additive inverse of 1? What is the additive inverse of 1? Opposite sign, that is -1. കാരണം 1 plus -1 അല്ല, you will be getting additive identity 0. So additive inverse of 1 is -1. Okay, I hope it's clear. മനസ്സിലായില്ലേ? ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്താണ്? 0ക്കാണ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. കാരണം 0 നമ്മൾ ഒരു നമ്പറിനോട് ആഡ് ചെയ്താൽ നമുക്ക് ആ നമ്പർ തന്നെ തിരിച്ചു കിട്ടും. ആഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? ഓപ്പോസിറ്റ് സൈൻ ഓഫ് ദി നമ്പർ. അതായത് ആ നമ്പറിനോട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0 ആഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടുക. ഓക്കെ. സോ ആഡിറ്റീവ് ഇൻവേഴ്സും നമ്മൾ പഠിച്ചു. ഓക്കെ. ഇനി 2 കാര്യങ്ങളും കൂടിയാണ് ഉള്ളൂ, ലൈക്ക് തിയറി സെഷൻ കംപ്ലീറ്റ് ആവാൻ. ഓക്കെ. സോ ഇനി വരുന്നതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാലോ. multiplicative identity. Okay, multiplicative identity. അപ്പോൾ additive identity എന്താണെന്ന് ആദ്യം ഒന്ന് റീകോൾ ചെയ്യും. നമ്മൾ ഏത് നമ്പർ ഒരു നമ്പറിലേക്ക് ആഡ് ചെയ്താലാണ് നമുക്ക് ആ നമ്പർ തന്നെ തിരിച്ചു കിട്ടുന്നത്. അതിനെയാണ് additive identity എന്ന് പറയുന്നത്. അപ്പോൾ multiplicative identity എന്തായിരിക്കും? ഏത് നമ്പർ ഒരു നമ്പറിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ആ നമ്പർ തന്നെ തിരിച്ചു കിട്ടുക? ചിന്തിക്കൂ. 1 അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ 4 into some number will gives you that number back. അത് ഏത് നമ്പർ ആയിരിക്കും? 4 into 1 ചെയ്താലാണ് നമുക്ക് 4 തിരിച്ചു കിട്ടുക അല്ലേ? കറക്റ്റ്. ഏത് ഇൻറ്റീജർ ആയിക്കോട്ടെ അതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആ നമ്പർ തന്നെ തിരിച്ചു കിട്ടുക. സോ എന്തിനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്? 1 is called the multiplicative identity. Okay. 1 is called the multiplicative identity. One is called the multiplicative identity. Okay. ഇൻറ്റീജർ ആണെങ്കിലും ഹോൾ നമ്പർ ആണെങ്കിലും എന്താണെങ്കിലും 1 ആണ് അവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. കാരണം ആ നമ്പർ ഇൻറ്റു 1 ആണ് that gives back you that number. Okay, all right.
So whole numbers എന്ന് പറയുമ്പോൾ like integers നമ്മൾ 0 എടുക്കല്ലേ, you will be saying like 0 into 1 will gives you 0 only, right? Correct? Is it? So yes, 0 into 0 is like 0. Okay. So ഇവിടെയും yes, multiplicative identity 1 എന്ന് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ല, 0 into 1 gives you 0. Okay. So 1 is called the multiplicative identity. Clear അല്ലേ? Okay. Multiplicative identity of integers, whole numbers എല്ലാം 1 ആണ് കേട്ടോ. ഇനി എന്താണ്? ഒരു കാര്യം കൂടിയേ ഉള്ളൂ, that is multiplicative inverse. അപ്പോൾ എന്താണ് ആഡിറ്റീവ് ഇൻവേഴ്സ്? എന്തായിരുന്നു? നമ്മൾ ആ നമ്പറിനോട് ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടുക, അതിനെയാണ് ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഏത് നമ്പർ ആ നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടുക, അതായത് 1 കിട്ടുക. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു, ഇതിൻ്റെ കൂടെ ഞാൻ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 കിട്ടുക? പറയൂ, ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുക? ദിസ് ഇൻറ്റു 1/a അല്ലേ എനിക്ക് 1 തരുള്ളൂ അല്ലേ? ഫോർ എക്സാമ്പിൾ 7 ഇൻറ്റു സം നമ്പർ ഷുഡ് ഗിവ് മീ 1. സോ വാട്ട് ഇസ് ദാറ്റ് നമ്പർ? 7 ഇൻറ്റു 1/7 അല്ലേ? ഇതും ക്യാൻസൽ ആവും, എന്നാലാണ് 1 കിട്ടുള്ളൂ. കറക്റ്റ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ? റെസിപ്രോക്കൽ ഓഫ് ദി നമ്പർ, അതിനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി നമ്പർ എന്ന് പറയാം. റെസിപ്രോക്കൽ ഓഫ് ദി ഇൻറ്റീജറിനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി ഇൻറ്റീജർ എന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് വാട്ട് ഇസ്, നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 8? So what will be the answer? The answer will be its reciprocal, that is 1/8, because 8 into 1/8 will gives you multiplicative identity 1. അല്ലേ? So what is the multiplicative identity of -1? Sorry, multiplicative inverse of -1? It will be its reciprocal. അല്ലേ? എന്തായിരിക്കും? 1/-1. Correct? It gives you 1. So 1/-1 ആണ് അതിൻ്റെ എന്താണ് പറയുക? multiplicative identity. Multiplicative inverse, sorry, multiplicative inverse. Multiplicative identity 1 ആണ്, multiplicative inverse ആണ് reciprocal. Okay. So ഈ 1/-1 എന്ന് പറഞ്ഞാൽ ലൈക്ക് ഈ മൈനസ് നമുക്ക് മേലേക്ക് എടുക്കാം, സെയിം തന്നെയാണ് കേട്ടോ. -1/1, എനി നമ്പർ ബൈ 1 എന്ന് വെച്ചാൽ എന്താണ്? -1. ഓക്കെ. സോ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ? ആ തന്നിരിക്കുന്ന ഇൻറ്റീജറിൻ്റെ റെസിപ്രോക്കൽ. സോ വാട്ട് ഇസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 13? ഇറ്റ് വിൽ ബി 1/13, because 13 into 1/13 gives you 1. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. സ്റ്റാർട്ടിങ് ഫ്രം മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്. എന്താണ്? ഒറ്റ റൂളുള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും. എന്താണ്? പോസിറ്റീവ് വെൻ മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ്. കറക്റ്റ്? മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ് എന്താണെങ്കിലും, ഓക്കെ, ടു എ പോസിറ്റീവ് നമ്പർ, it gives you a positive number അല്ലേ? Is it correct? പിന്നെ എന്താണ്? when a positive number is multiplied or divide to a negative number, the answer will be negative. When a positive integer is sorry, when a negative integer is multiplied or divided to a negative integer, the answer will be positive. Okay, when a negative integer is multiplied or divided to a positive number, the answer will be negative. So I hope it's clear. Okay, ഈ ഒരു ഒറ്റ റൂളാണേ ഉള്ളൂ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും സെയിം റൂളാണ്. ഒന്നും കൂടെ ഷോർട്ടാക്കി പറഞ്ഞാൽ, when two numbers of the same side are multiplied or divided, the answer will be a positive number. When the two numbers of different side are multiplied or divided, the answer will be a negative number. Okay, clear അല്ലേ? ഓൾറൈറ്റ്. പിന്നെന്താണ്? ആഡിറ്റീവ് ഐഡൻറ്റിറ്റി. എന്തിനെയാണ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയാം? 1നെയാണ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. കാരണം 1 ഒരു നമ്പറിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നമ്പർ തിരിച്ചു കിട്ടുക. ഓക്കെ, സോ 1 is called the additive identity. Okay, additive identity. Additive inverse എന്താണ്? ഓപ്പോസിറ്റ് സൈൻ ഓഫ് ദി നമ്പർ അല്ലേ? അപ്പോൾ 4ൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് ചോദിക്കുകയാണെങ്കിൽ the answer will be
-4. -3യുടെ ആഡിറ്റീവ് ഇൻവേഴ്സ് ചോദിക്കുകയാണെങ്കിൽ the answer will be +3. ഓക്കെ, അതിനെയാണ് ആഡിറ്റീവ് ഇൻവേഴ്സ്, ഓപ്പോസിറ്റ് സൈൻ ഓഫ് ദി നമ്പർ, അതാണ് ആഡിറ്റീവ് ഇൻവേഴ്സ്. പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്താണ്? Okay, so like I made a mistake. Okay, 0 is called the additive identity. അല്ലേ, ഒരു നമ്പർ ഒരു 0 ഒരു നമ്പറിലേക്ക് ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആ നമ്പർ തന്നെ തിരിച്ചു കിട്ടാം. ഓക്കെ, സോ പ്ലീസ് ലൈക്ക് ഐ മേഡ് എ മിസ്റ്റേക്ക്, പ്ലീസ് ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഓക്കെ, 0 is called the additive identity of identity of integers, because ആ ഒരു നമ്പറിലേക്ക് 0 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നമ്പർ തന്നെ തിരിച്ചു കിട്ടുക. ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യും കേട്ടോ. 0നെയാണ് ആഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയാം. ആഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? ഓപ്പോസിറ്റ് സൈൻ ഓഫ് ദി നമ്പർ. എന്താണ് പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്താണ്? 1നെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയാം, അല്ലേ? 1നെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ്, അതായത് 1 നമ്മൾ ഏതൊരു നമ്പറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ നമ്പർ തിരിച്ചു കിട്ടും. സോ 1നെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുക, 0നെയാണ് ആഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? റെസിപ്രോക്കൽ ഓഫ് എ ഗിവൺ ഇൻറ്റീജർ, അതിനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. കാരണം 2ൻ്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി തിരിച്ചു കിട്ടുക, ദാറ്റ് ഈസ് 1. Okay, so what is the multiplicative inverse of 2? It is 1/2. Okay, reciprocal of the integer. Okay, so ഇത്രയാണ് ഇതിൽ തിയറി വരുന്നത്. ഓക്കെ, സോ ഇൻറ്റീജേഴ്സിൻ്റെ തിയറി കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക കേട്ടോ. സോ പ്ലീസ് ഡു കണ്ടിന്യൂ വാച്ചിങ് മൈ ചാനൽ. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യും, നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്. Okay, and like my video. Okay, so thank you so much students. Have a nice day. Bye bye.